TC ടോക്സിലേക്ക് സ്വാഗതം. ഒരു ചെറിയ വീഡിയോ ആണിത്. LPUP ഇന്റർവ്യൂയിൽ സാധാരണയായിട്ട് ചോദിച്ച് കണ്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം എന്ത് നൽകണമെന്ന് ചോദിച്ച് 3-4 കമന്റ്സ് ഞാൻ കണ്ടു. അതുകൊണ്ട് മാത്രം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. താഴെ റിപ്ലൈ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെയുള്ളവ മാത്രം ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ മതി. തീർച്ചയായും ചോദ്യം വരാവുന്ന ഒന്നാണ് മറ്റു ജില്ലകളിൽ അപ്ലൈ ചെയ്ത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരമാണ് അവിടെ നൽകാൻ കഴിയുന്നത്. നമ്മൾ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ നിന്നോ ഒന്നും മറച്ചു വെക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം. നമ്മൾ എന്തെങ്കിലും മറച്ചു വെച്ച് ഉത്തരം പറയുമ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ അവർക്കത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ കഴിവതും മിക്ക ഉത്തരങ്ങളും സത്യസന്ധമായിട്ട് പറയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇന്റർവ്യൂ ബോർഡിൽ ചോദിക്കാവുന്ന ഒന്നാണ് ഈ ജില്ല മാറി എഴുതുന്ന എന്തുകൊണ്ടാണ് നിങ്ങൾ എഴുതിയത് എന്നുള്ള ചോദ്യം. തീർച്ചയായും നിങ്ങൾ എന്ത് റീസൺ കൊണ്ടാണ് ജില്ല മാറി എഴുതിയത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അവിടെ പറയാം. മിക്ക കാൻഡിഡേറ്റ്സും കൂടുതൽ ഒഴിവ് പ്രതീക്ഷിക്കുന്ന ജില്ലകളിലാണ് അപ്ലൈ ചെയ്യുന്നത്. അത് തന്നെയാണ് മെയിൻ റീസൺ. പിന്നെ ആ ജില്ലകൾ നമ്മുടെ സ്വന്തം ജില്ലയ്ക്ക് തൊട്ടരികിലാണെന്നുള്ളതും നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാരണം പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒഴിവുകൾ കഴിഞ്ഞ ജില്ലയിലെ ഇത്രയൊക്കെ ഒഴിവുകൾ നടന്നതായിട്ട് ഞാൻ കണ്ടു, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജില്ലയിൽ വെക്കുന്നതിനേക്കാൾ അല്പം കൂടി ജോലി കിട്ടാനായിട്ട് സേഫ് ആയിട്ടുള്ള പ്ലേസ് എന്ന നിലയിലാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തത് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. ടീച്ചിങ് എന്ന ജോലി അത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ മാറി വർക്ക് ചെയ്യാനായിട്ട് എനിക്കുള്ള താല്പര്യം എന്നതുകൂടി അവിടെ അവർക്ക് വ്യക്തമാക്കാം. നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം. കാരണം ടീച്ചിങ് എന്ന ജോലിയോട് നിങ്ങൾക്കുള്ള താല്പര്യവും അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റും കൊണ്ടാണ് നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ നിന്ന് മാറി മറ്റൊരു ജില്ലയിൽ പോയി ജോലി ചെയ്യുക എന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് അത് മാരീഡ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവരുടെ കുട്ടികൾ, ഫാമിലി, ഇതിൽ നിന്നൊക്കെ ഒരു പറിച്ചു നടൽ ഈ ഒരു മാറ്റത്തിന് ആവശ്യമാണ്. എന്നിട്ടും നമ്മൾ മറ്റൊരു ജില്ല ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ജോലിയുടെ നമുക്കുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് ഇതിലൂടെ പറയാം. വളരെ മികച്ച രീതിയിൽ ഇങ്ങനെ തന്നെ ഉത്തരം പറയാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിന് നിങ്ങൾ വെറുതെ വേറെ കാര്യങ്ങൾ ഉണ്ടാക്കുകയോ ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയോ ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ പറയുന്ന ഉത്തരങ്ങളെല്ലാം തന്നെ 100% സത്യസന്ധമാകാൻ ശ്രദ്ധിക്കുക. അവരത് ചെകഞ്ഞെടുത്ത് അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചിട്ടല്ല. നമ്മുടെ ഭാവപ്രകടനങ്ങൾ, അതുപോലെ നമ്മുടെ ജെസ്റ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് അവർക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. അവര് 2-3 ദിവസമായിട്ട് ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന വ്യക്തികളല്ല. മിക്കവരും ഏജ്ഡ് ആയിരിക്കും. അവര് ഒരുപാട് ഇന്റർവ്യൂവിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തികളായിരിക്കും. നമ്മുടെ ഓരോ ജെസ്റ്റേഴ്സും അങ്ങനെയാണ് അവർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരങ്ങൾ സത്യസന്ധമായിരിക്കുക. ഈ ഉത്തരം ഇങ്ങനെ ഈ ജില്ല മാറി എഴുതിയ ഒരു ചോദ്യം വരികയാണെങ്കിൽ സത്യസന്ധമായി ഈ 2 പോയിന്റ് വെച്ചിട്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞ ഈ 2 പോയിന്റ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം പറയാവുന്നതാണ്. അവർ ഇംപ്രസ്ഡ് ആവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഉത്തരം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. നന്ദി.